സംസ്ഥാനത്ത് ചിലയിടങ്ങളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയുണ്ട്. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് യെല്ലോ അലേർട്ടാണ്. ജിബിൻ ചേബി വിവരങ്ങളുമായി ചേരുന്നുണ്ട് തിരുവനന്തപുരത്ത് നിന്നും. ജിബിൻ, ഗുഡ് മോർണിംഗ്. ഇന്ന് സംസ്ഥാനം മുഴുവൻ മുന്നറിയിപ്പ്, ജാഗ്രതാ നിർദ്ദേശമൊക്കെ നൽകിയിട്ടുണ്ട്. പല സ്ഥലങ്ങളിലും ഒറ്റപ്പെട്ട ശക്തമായ മഴയുണ്ട്. വിശദ വിവരങ്ങൾ എന്തൊക്കെ ജിബിൻ? മോത്തി, സംസ്ഥാനത്തെ 2 ജില്ലകളിൽ മാത്രമാണ് യെല്ലോ അലർട്ട് ഉള്ളത്. കണ്ണൂർ, കാസർഗോഡ് മാത്രമാണ്. പക്ഷേ തിരുവനന്തപുരത്ത് കഴിഞ്ഞ ദിവസം അർദ്ധരാത്രി മുതൽ തന്നെ കനത്ത മഴയാണ് പെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ കാണുന്നത് പോലെ തന്നെ ഇടവിട്ടുള്ള വലിയ മഴയാണ് ഇവിടെ പല ഭാഗങ്ങളിൽ ലഭിക്കുന്നത്. പ്രത്യേകിച്ച് കഴിഞ്ഞ ദിവസം ഉച്ചയ്ക്ക് ശേഷം വെങ്ങാനൂർ ചാവടിനട ഭാഗത്ത് ചെറിയ രീതിയിൽ വെള്ളപ്പൊക്കം ഉണ്ടാകുന്ന സാഹചര്യം ഉണ്ടായി. പ്രത്യേകിച്ച് ഈ വെങ്ങാറമൂട് മേൽപ്പാലത്തിൻ്റെ പണി നടക്കുന്നത് കാരണം റോഡ് തിരിച്ചുവിട്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഈ വെങ്ങാറമൂട് നിന്ന് സമന്വയ റോഡ് വഴിയാണ് വാഹനങ്ങൾ MC റോഡിലേക്ക് കിടക്കുന്നത്. ആ റോഡിലും ഇന്നലെ വലിയ രീതിയിൽ തന്നെ വെള്ളക്കെട്ടുണ്ടായിരുന്നു. സമീപത്ത് ഈ റോഡിൻ്റെ ഒരു വശത്ത് തോടും മറുവശത്ത് ഒരു നെൽകൃഷി ചെയ്യുന്ന പാടവുമാണ് ഉള്ളത്. ആ നെൽകൃഷി ചെയ്യുന്ന പാടത്തും റോഡിലും തോട്ടിലും ഒരേ കണക്കിന് വെള്ളം കയറുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അവിടെ വാഹനങ്ങൾ കുറച്ചു നേരം ഗതാഗത സ്തംഭനം ഉണ്ടായി. ഇന്ന് പുലർച്ചയോടുകൂടിയാണ് തിരുവനന്തപുരത്ത് വീണ്ടും അതിശക്തമായ മഴ ആരംഭിച്ചത്. തിരുവനന്തപുരത്തിൻ്റെയും മലയോര മേഖലയിൽ, പ്രത്യേകിച്ച് കാട്ടാക്കട, പാലോട് മേഖലയിലെ ചുള്ളിമാനൂർ മേഖലയിലൊക്കെ തന്നെ കനത്ത മഴ ഇപ്പോഴും പെയ്തുകൊണ്ടിരിക്കുകയാണ്. കനത്ത മഴ പെയ്യുന്നുണ്ടെങ്കിലും ഇടവിട്ടുള്ള മഴയായതുകൊണ്ട് തന്നെയാണ് വലിയ രീതിയിലുള്ള വെള്ളക്കെട്ട് ഒരിടത്തും രൂപപ്പെടാത്തത്. അതുകൊണ്ട് തന്നെയാണ് മറ്റ് മഴ പ്രശ്നങ്ങളൊന്നും തന്നെ ജില്ലയിൽ ഇതുവരെയും റിപ്പോർട്ട് ചെയ്യാത്തത്. എന്തായാലും വലിയ രീതിയിലുള്ള ജാഗ്രതാ നിർദ്ദേശം തന്നെ തിരുവനന്തപുരത്ത് നൽകിയിട്ടുണ്ട്. കാരണം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഏറ്റവും അധികം മഴ തിരുവനന്തപുരത്ത് ലഭിക്കുന്നത് കഴക്കൂട്ടം കേന്ദ്രീകരിച്ചാണ്. കഴക്കൂട്ടം, കാട്ടായിക്കോണം മേഖലകളിലാണ് കഴിഞ്ഞ കുറച്ച് ദിവസമായി ഏറ്റവും ശക്തമായ മഴ പെയ്യുന്നത്. 135 മില്ലിമീറ്റർ മഴ വരെ ഈ ഭാഗങ്ങളിൽ റിപ്പോർട്ടും ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ജാഗ്രതാ നിർദ്ദേശമുള്ളത്. ഈ തിരുവനന്തപുരത്തിൻ്റെ മലയോര മേഖലയിലെ വിനോദസഞ്ചാര കേന്ദ്രമായ പൊന്മുടിയും ഒരു അറിയിപ്പുണ്ടാകുന്നതുവരെ അടച്ചിട്ടിരിക്കുകയാണ്. അങ്ങോട്ടേക്കുള്ള വിനോദസഞ്ചാരവും ഇപ്പോൾ നിർത്തിയിട്ടുണ്ട്. മറ്റൊരു ഭാഗത്ത് ഈ തീരദേശ മേഖലയിൽ കനത്ത ജാഗ്രതാ നിർദ്ദേശമുണ്ട്. മത്സ്യത്തൊഴിലാളികൾക്ക് കടലിലേക്ക് പോകുന്നതിനൊക്കെ വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. വലിയ രീതിയിലുള്ള ഒരു മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. എന്തായാലും ഇന്നലെ അർദ്ധരാത്രിയോടുകൂടി തിരുവനന്തപുരത്ത് ആരംഭിച്ച മഴ ഇപ്പോഴും അവസാനിച്ചിട്ടില്ല. മഴ ഇപ്പോഴും പെയ്യുകയാണ്. ഇടവിട്ട് ആണ് മഴ പെയ്യുന്നത് എന്നുള്ളത് മാത്രമാണ്. താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളം കയറിയുള്ള ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടായിട്ടുണ്ടോ? അത്തരത്തിൽ എന്തെങ്കിലും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടോ? മോത്തി, നിലവിൽ ഇതുവരെ അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. കഴിഞ്ഞ ദിവസം പക്ഷേ വൈകുന്നേരത്തോടു കൂടിയാണ് ഈ വെങ്ങാറമൂട് ഭാഗത്ത്, വെങ്ങാറമൂട് പിരപ്പംകോട് നിന്ന് റോഡ് തിരിച്ചുവിടുന്ന ഈ വെങ്ങാറമൂട് മേൽപ്പാലത്തിന് പണി നടക്കുന്നത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി വെങ്ങാറമൂട് ടൗണിലേക്ക് സമന്വയ റോഡ് വഴിയാണ് കടത്തിവിട്ട് തിരികെ MC റോഡിലേക്ക്, ഗോകുലം മെഡിക്കൽ കോളേജിൻ്റെ അടുത്തുള്ള MC റോഡിലേക്ക്, ആ ഭാഗത്ത് വഴി കയറുന്നത്. ആ റോഡിലാണ്, സമന്വയ റോഡിലാണ് കഴിഞ്ഞ ദിവസം ചെറിയ രീതിയിൽ വെള്ളക്കെട്ട് രൂപപ്പെട്ടിരുന്നത്. അവിടെ ഈ നേരത്തെ പറഞ്ഞതുപോലെ റോഡിൻ്റെ ഒരു വശത്ത് തോടും മറുവശത്ത് നെൽപ്പാടവുമാണ്. അവിടെ നിന്നുമാണ് ഈ റോഡിലേക്ക് വെള്ളം കയറിയത്. അത് കാരണം ഗതാഗത തടസ്സമുണ്ടായിരുന്നു. പിന്നീട് വെങ്ങാനൂർ, പെരിങ്ങമല, ചാവടിനട ഭാഗത്തൊക്കെ വലിയ രീതിയിലുള്ള മഴയാണ് ഇന്നലെ ഉച്ചയ്ക്ക് ശേഷം പെയ്തത്. അതിൻ്റെ ഭാഗമായി ചാവടിനട സ്കൂളിൻ്റെ ഭാഗത്തും ചെറിയ രീതിയിലുള്ള വെള്ളക്കെട്ട് രൂപപ്പെട്ടിരുന്നു. അതൊഴിച്ചു കഴിഞ്ഞാൽ മറ്റ് അനിഷ്ട സംഭവങ്ങളൊന്നും തന്നെ തിരുവനന്തപുരത്ത് നിലവിൽ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. പക്ഷേ കനത്ത മഴയാണ് തിരുവനന്തപുരത്ത് ഇപ്പോഴും ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് നഗരമേഖലകളിലും മലയോര മേഖലയിലും തീരദേശ മേഖലയിലും എല്ലാം ഒരുപോലെ തന്നെ മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. വിതുര, പൊന്മുടി, കല്ലാർ മേഖലകളിൽ കനത്ത മഴയാണ്. അതുകൊണ്ടാണ് അവിടുത്തെ വിനോദസഞ്ചാര കേന്ദ്രമായ പൊന്മുടിയും അടച്ചിട്ടിരിക്കുന്നത്.